സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രായോഗികമായി ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലോകത്തെ 191 രാജ്യങ്ങളിൽ 173 രാജ്യങ്ങളിലും എണ്ണത്തിൽ കവിഞ്ഞ വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ നിയമമുണ്ട്. നമ്മുടെ രാജ്യത്തെ 72 നിയമത്തിലും ജനങ്ങളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഇവിടുത്തെ CCFന് ഉത്തരവിടാൻ അധികാരമുണ്ട്. ഇവിടെ മുള്ളരിങ്ങാട്ട് കഴിഞ്ഞ 1.5 വർഷമായി ആന ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ആന ഓടിക്കലും സ്വൈര്യമില്ലാതെ ജീവിക്കലും എന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ കഴിയുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരൻ, കർഷക തൊഴിലാളി, ചെറുകിട വ്യാപാരി അടക്കമുള്ള മനുഷ്യൻ്റെ സ്ഥിതിയാണിത്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ആനയെ ഈ നാട്ടിൽ നിന്ന് കടത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 3-4 ആനയാണ് ഈ ശല്യമായിട്ട് നടക്കുന്നത്. ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകേണ്ടതാണ്, അല്ലേ വെടിവെച്ച് കൊള്ളണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ സർക്കാർ ഇനി അമാന്തം വിചാരിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് കിസാൻ സഭയ്ക്കുള്ളത്. മുൻപ് കഴിഞ്ഞ ചിന്നക്കനാലിലടക്കം ഉണ്ടായ സമയത്തും നമ്മൾ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ CPIക്കോ ഇല്ലെങ്കിൽ കിസാൻ സഭയ്ക്കോ കഴിയുന്നില്ല എന്നോ? കിസാൻ സഭ ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കിസാൻ സഭയ്ക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടുമുണ്ട്. CPIയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് CPI പാർട്ടിയുടെ നേതാക്കന്മാരാണ്. പക്ഷേ CPI പാർട്ടിയുടെ നേതാക്കന്മാർ ഇതുവരെ പറഞ്ഞിട്ടുള്ള നിലപാടും ഇതൊക്കെ തന്നെയാണ്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയെയും അവിടെ അങ്ങനെ വിഹരിക്കാൻ വിടാൻ പാടില്ല. ഇവിടെ 1.5 വർഷമായി ഈ വന്യമൃഗങ്ങൾ, ഇവിടെ ഒരു കടുവയും വന്ന് ശല്യം ചെയ്തിട്ടുണ്ട്. ഈ വന്യമൃഗങ്ങളെ ഈ തരത്തിൽ വിടുന്നത് വളരെ തെറ്റായ സമീപനമാണ്. ഇതിൻ്റെ അകത്ത് വനം വകുപ്പ് വിശേഷിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന സമീപനം മനുഷ്യത്വപരമല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ വനം മന്ത്രി മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത് വന്യജീവി ആക്രമണം നടന്ന് ഒരാൾ മരിച്ച സ്ഥലത്ത് പോയി അദ്ദേഹം വിതുമ്പിയപ്പോഴാണ്. അതുവരെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിടത്ത് ഈ വനം മന്ത്രി പോയിട്ട് വിതുമ്പുകയോ ദുഃഖത്തിലേർപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന നിലപാടായിരുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നൊരു മന്ത്രി ആ നിലപാടാണോ എടുക്കേണ്ടത്? നിയമമുണ്ട്, നിയമത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മാത്രം മതിയോ? ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആര് പറഞ്ഞാലും മനുഷ്യൻ ജീവിക്കണമെന്ന്. ഇവിടെ മനുഷ്യന് മാത്രം നിയമമില്ല, വന്യജീവികൾക്കേ നിയമമുള്ളൂ എന്നുള്ളതാണ് കാരണം. ഇപ്പോൾ 2023 നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഫോറസ്റ്റ് വന്യജീവി നിയമം ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്തപ്പോൾ വന്യജീവികൾക്ക് കൂടുതൽ സംരക്ഷണമാണ്. 2012 വന്യജീവി നിയമം കൂടുതൽ കർക്കശമാക്കിയതോടുകൂടി നാട്ടിൽ വന്യജീവികൾ എല്ലായിടത്തും പെരുകി. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കാട്ടുപന്നിയും കുരങ്ങും വിള നശിപ്പിക്കുന്നു. കാട്ടുപന്നി കുത്തി അവിടെ ഒരാൾ മരിച്ചു. ആലപ്പുഴ വനമില്ലല്ലോ. കേരളത്തിൻ്റെ വനാതിർത്തി മാത്രമല്ല, വനമില്ലാത്തിടത്തും വന്യജീവി ശല്യമാണ്. വനാതിർത്തിയിൽ ജീവിക്കുന്നവൻ ഏതാണ്ട് തീ നെഞ്ചിൽ കോരിയിട്ട തരത്തിലാണ് ഇവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഗവൺമെൻറ് അടിയന്തര പരിഹാരം കാണുമെന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യമൊക്കെ ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം സത്യമുണ്ട്. ആ സത്യം എന്താണെന്ന് വെച്ചാൽ ആനയെ വേലി കെട്ടി നിർത്താൻ പറ്റില്ല എന്നുള്ളതും ആനയെ തടയാൻ വേറെ വഴിയില്ല എന്നുള്ളതും ഇതുവരെ പ്രായോഗികമായി അതിനുള്ള വഴി കണ്ടുപിടിച്ചിട്ടില്ല എന്നതും ഒരു സത്യമാണ്. ഏത് വേലിയുണ്ടാക്കിയാലും ആന അതിനെ കടന്നു വരും. ഏത് കിടങ്ങ് കുഴിച്ചാലും ആന വേറെ വഴിക്ക് വരും. അപ്പോൾ ആനയെ എന്താ വേണ്ടത്? കാട്ടിൽ തീറ്റയുണ്ടോ, വെള്ളമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണ്ടേ? ഈ ആനകൾ ഇവിടേക്ക് വരുന്നത് എന്തിനാണ്? വെള്ളം കുടിക്കാനാ? ആനയ്ക്ക് നിങ്ങൾ കുളമുണ്ടാക്കി അവിടെ ഈ സരോപ്ലാസ്റ്റിൻ്റെ ഒക്കെ പൈപ്പിട്ട് അതിൻ്റെ അകത്തൂടെ വെള്ളം കൊടുത്ത് ആന കുടിക്കത്തില്ല. ആന ശുദ്ധജലമേ കുടിക്കൂ. അപ്പോൾ ആനയ്ക്ക് കുടിക്കാൻ വെള്ളം വനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കേണ്ട ജോലി ഫോറസ്റ്റുകാരുടേതാണ്, നാട്ടുകാരുടേതല്ല. വെള്ളമില്ല, തീറ്റയില്ല, പിന്നെ എന്ത് വന്യജീവി സംരക്ഷണമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്? ഈ വന്യജീവികളെ സംരക്ഷിക്കാത്ത, അതിന് തീറ്റ കൊടുക്കാത്ത, വെള്ളം കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത്. ക്രിമിനൽ നടപടി പ്രകാരം ഇവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ് എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പോൾ മാത്രമേ ഇതിന് കുറേയെങ്കിലും പരിഹാരം ഉണ്ടാവും. മനുഷ്യജീവന് വിലയിൽ കൽപ്പിക്കാത്ത സമീപനം ഏത് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചാലും അതിനോട് യോജിക്കാനേ കഴിയില്ല. ഈ സർക്കാർ സമീപനം ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ വനനിയമ ഭേദഗതി പോലും സാധാരണക്കാരായ ഇതിന് വനത്തിനോട് ചേർന്ന് നടക്കുന്ന ആളുകളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ്. അതിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഉദ്യോഗസ്ഥന്മാർ പുറപ്പെടുവിച്ചാണ് ഗസറ്റിൽ വന്നത്. ഗവൺമെൻറ് ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. അതിന് നാളെ കഴിഞ്ഞ് വരെ ഭേദഗതി അയക്കാം.
ഞങ്ങളൊക്കെ ആ ഭേദഗതികൾ അയച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആ നിയമം ആ ഭേദഗതികൾ പൂർണ്ണമായി പിൻവലിക്കണം എന്ന് പറയുന്നില്ല എങ്കിലും അതിൻ്റെ അകത്തെ 52-ാം വകുപ്പും 62-ാം വകുപ്പും 63-ാം സെക്ഷനും പൂർണ്ണമായി പിൻവലിച്ചേ മതിയാവൂ. കാരണം അതൊരു കാടൻ നിയമമാണ്. ഇങ്ങനൊരു നിയമം എങ്ങനെ ഈ ജനാധിപത്യ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് ആലോചിക്കുമ്പം അത്ഭുതമല്ലാതെ വേറൊന്നും തോന്നില്ല. ഇവരേത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.